ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള മുട്ടയും മുട്ടക്കുടലും വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. അങ്ങനെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് മുട്ടക്കുടൽ ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, മുട്ടയും വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കുക്കറിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മുട്ടക്കുടലും പീസാക്കിയത് ചെറിയ പീസാക്കിയിട്ടുണ്ട്. പീസാക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി, 2 ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരച്ചതെല്ലാം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കുന്നതാണ്. ഉള്ളിയൊക്കെ കായ്ച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉള്ളിയെല്ലാം നല്ല വെന്ത് കിട്ടും. പച്ചമുളക് മാറാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും ചേർത്താണ് വേവിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല വെന്ത് പാകമായി കിട്ടും. വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അങ്ങനെ ഇതാ കുക്കറിൻ്റെ മൂടടച്ച് 3 വിസിലിൽ വേവിച്ചെടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മുട്ടക്കുടലെല്ലാം നല്ല വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പാകപ്പെടുത്തിയിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നതാണ്. അങ്ങനെ ഇതാ നല്ലപോലെ ഇളക്കി വെച്ചതിന് ശേഷം കുരുമുളക് ചേർക്കുന്നുണ്ട്, ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ചേർത്ത് നല്ലപോലെ പാകപ്പെടുത്തിയതിന് ശേഷം ലാസ്റ്റ് മുട്ടയിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ തോട് കെട്ടാത്ത ഒരു മുട്ട ഇതിലുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടും. നല്ലോണം വെന്താൽ മുട്ട രസമുണ്ടാവില്ല. അങ്ങനെ ഇതാ നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. മല്ലിയിലൊക്കെ ചേർത്ത് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മുട്ടക്കുടൽ കറി പത്തിരിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. താങ്ക് യു.